ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2-3 ദിവസമായി വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാണ്ട് നിൽക്കുന്നത്. തിരക്കോട് തിരക്ക് തന്നെ തിരക്ക്. ഇനിയിപ്പം നോമ്പങ്ങ് കഴിയാനായില്ലേ, ഇനി ഞാൻ ഫ്രീ ആവും. അപ്പം റെഗുലറായിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത് ജ്യൂസ് കുടിക്കാം കേട്ടോ. അപ്പം ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, പെരുന്നാളൊക്കെ വരികയാണ്. അപ്പം എന്നെ സോഷ്യൽ മീഡിയ കണ്ടിട്ടില്ലേ, പെരുന്നാളൊക്കെ ആയിട്ട് ജസ്നൻ്റെ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ, ജസ്ന എവിടെ പോയി, ജസ്ന മരിച്ചു പോയോ, അല്ലെ ജസ്ന ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ, ജസ്ന ആരെയും വെട്ടിക്കൊന്നോ എന്നുള്ളതൊക്കെ ആദ്യം മൂത്ത് നടക്കുന്ന എൻ്റെ എനിമികളുണ്ട്. അവർക്കുള്ള ഒരു വീഡിയോ ആണിത്. എന്താ വെച്ചാൽ, പെരുന്നാളിനോടനുബന്ധിച്ച് നമ്മളൊരു ടൂറ് പോവുകയാണ്. അപ്പം ടൂറ് പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. പോകുന്നത് ഹൈ റേഞ്ചിലേക്കാണ്. അപ്പോൾ പോയി വരുവോളും എനിക്ക് ചിലപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പെരുന്നാളിനെ വിഷ് ചെയ്തിട്ട് പോലും എനിക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവളെവിടെ പോയി, എന്തോ കാരണമുണ്ട്, എവിടെയോ ആണ് അവളെ പോലീസ് പൊക്കിയോ, അവൾക്ക് എന്താ പറ്റിയേ, അവൾ ജീവിച്ചിരിപ്പില്ലേ, റീത്ത് വാങ്ങണോ എന്നൊക്കെ എന്തൊക്കെ കഷ്ടപ്പാടും കഷ്ടപ്പെട്ട ചോദ്യങ്ങളും ആയിരിക്കും ഉണ്ടാവുക എന്നറിയോ. ഇതിലുള്ള കൂടെ ജ്യൂസ് കൂടി കുടിക്കട്ടെ. അതൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ടതുള്ളതുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാണ്. ഇന്നലെ മിനിയാന്നൊക്കെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു, ചെയ്തില്ല. വിചാരിക്കുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഇന്നും വീഡിയോ ചെയ്യൂലെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, വീഡിയോ ഇട്ടിട്ടില്ലെങ്കിലും നമ്മളെക്കുറിച്ച് അറിയാൻ ആകാംക്ഷഭരിതമായിട്ട് നിൽക്കുന്ന എനിമികളാണെങ്കിലും സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിലും എന്ത് പറ്റി, ഒരു ദിവസമോ 2 ദിവസമോ, ഒരു ദിവസമൊക്കെ വീഡിയോ ചെയ്യാത്ത ഓക്കെ, 2-3 ദിവസമൊക്കെ കാണാതാവുമ്പോൾ അവർക്കും ഉണ്ടാവും അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കരുതി ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തേക്കാമെന്ന്. എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വരാറെന്തിനാണെന്നറിയോ? ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയുന്നത്? പൊന്നാര ഗൈസുകളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾക്കിത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ അടുത്ത ചാനൽ കിട്ടും, അടുത്ത ചാനലിലേക്ക് പോവൂ, അത് കാണൂ, അത് കേൾക്കൂ. അല്ലാതെ ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് അറിയുന്നത്, ഞങ്ങൾക്ക് കേൾക്കാൻ സമയമില്ല, ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമല്ല, ശവത്തിൻ്റെ മേലുള്ള ശവം, അതിനെക്കാട്ടിയും വലിയ ശവം എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്ന നേരം കൊണ്ട് നിങ്ങൾക്കതങ്ങ് സ്ക്രോൾ ചെയ്ത് പോയാൽ പോരെ. എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരും ശത്രുത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർക്കും എൻ്റെ വീഡിയോസ് നിർബന്ധമായിട്ടും കാണണം. അല്ല അവർക്കൊന്നും ഒരു ഉഷാറും ഉണ്ടാവില്ല, ഉറങ്ങുകയും ചെയ്യൂല. എനിക്കപ്പോൾ അവരെ വെറുപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ അവർ ശരിക്കും എന്നെ മിസ് ചെയ്യും. ആ മിസ്സിങ് താങ്ങാൻ എന്നെക്കൊണ്ട് പറ്റില്ല. പോക്കമ്പാനെ. അപ്പം അതുകൊണ്ടാണ്. രണ്ടും കൂടി ആയിട്ടോ, കുറച്ച് സ്ലോ ആയി ഇത് കുടിച്ചിട്ട് വേണം ചവായ ഉണ്ട് കഴിക്കാൻ, അത് കഴിക്കണം. അപ്പം അതിന് മുന്നോടിയായിട്ടുള്ള ഒരു നനച്ചിടൽ പരിപാടിയാണ്. പിന്നെ ഞാൻ ഈ ഒരു ജ്യൂസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെവിടുന്നാന്ന് ചോദിച്ചിട്ട് പലരും എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. പൊന്നാര മക്കളെ, നിങ്ങൾ ആരെങ്കിലും കൊയിലാണ്ടി വരെ വെച്ചാൽ, കൊയിലാണ്ടി സ്റ്റേഡിയം കഴിഞ്ഞ പാടക്ക് 4 o'clock എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്. അവിടെ 12 മണി തൊട്ടിട്ടാണോ തുടങ്ങുക, രാത്രി 12 മണിയോ 1 മണിയൊക്കെ വരെ ഉണ്ടാവാറുണ്ട്.
അപ്പം അവിടെ ഉണ്ടാവും ഈ ഒരു സർബത്തും, ഇത് മുഹബത്ത് കാ സർബത്ത്, പിന്നെ ഇളനീരിൻ്റെതും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് വാങ്ങി ട്രയൽ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് കേട്ടോ. ബാങ്ക് വിളിക്കുമ്പോൾ മിണ്ടാതിരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാനിത് കട്ട് ചെയ്ത് അടുത്തെടുക്കല്ലേ. അങ്ങനെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പം വരും ആൾക്കാർ, മുസ്ലിം അല്ലാത്ത നീ എന്തിന് ബാങ്കിനെ ബഹുമാനിക്കണം എന്ന് ചോദിച്ചിട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ബാങ്കിനെ ബഹുമാനിക്കാൻ മുസ്ലിം ആവണം എന്ന് മാത്രമില്ല കേട്ടോ. ഏതൊരു മതസ്ഥനും ബാങ്ക് വിളിക്കുമ്പം അതിനെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടൊന്ന് സൈലൻ്റായിട്ട് നിൽക്കും. കാരണം ആ ബാങ്ക് വിളിയെ കാതോർത്ത് നിൽക്കും. ഒരു സുഖമുള്ള പരിപാടിയാണ്. എത്രയോ അന്യമതസ്ഥർ എന്തിനും ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് മറ്റേതോ മതസ്ഥരാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ പോലും ബാങ്ക് വിളി കേട്ടാൽ അവനത് അവിടെ നിർത്തിവെക്കും. അത് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. അത് ഇന്ന മതസ്ഥർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെ ചെയ്യാൻ പാടുള്ളൂ, ഇന്ന മതസ്ഥർ മാത്രമേ അത് ചെയ്യുള്ളൂ എന്നൊന്നുമില്ല. എല്ലാവർക്കും കോമൺ ആയിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ചെറുതിലേ തൊട്ട് വന്ന് പഠിച്ച ഒരു പാഠം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ്. അപ്പം ഞങ്ങളോട് പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, 2 ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇനിയും 2-3 ദിവസത്തേക്ക് എന്നെ വീഡിയോയിൽ കാണാതിരിക്കുമ്പോഴേക്കും ഞാൻ ചത്തുപോയി എന്ന് വരെ പറഞ്ഞുണ്ടാക്കാൻ ആൾക്കാരുണ്ടാവും. അത് കേട്ട് സ്റ്റാറ്റസും സ്റ്റോറിയും വെക്കാൻ നടക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവരോടൊക്കെ ആയിട്ട് പെരുന്നാൾ സംബന്ധിച്ച് നമ്മൾ കുറച്ച് എന്താ പറയുക, ടൂറ് പോവുകയാണ്, ഹൈ റേഞ്ച് കയറുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീഡിയോസ് കുറവായിരിക്കും എന്നുള്ളത് മാത്രം നിങ്ങളുടെ അടുത്തേക്ക് പറയാൻ വിചാരിച്ചതാണ്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നല്ല തിരക്കാണ്. വീട്ടിൽ പോയി വന്നതിന് ശേഷം ഒരു സ്ഥലത്ത് നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്ന് പിന്നെ ആ സ്ഥലത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ അറിയിക്കണം എന്നുണ്ടായിരുന്നു. പെരുന്നാളിന് വിഷൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഓളെവിടെ പോയി, ഓളാരോ കൊന്ന് എന്നൊന്നും പറയണ്ട. ഞാൻ നാട്ടിലില്ല എന്നങ്ങ് കരുതിയാൽ മതി. നാളെ ഒരു വൈകുന്നേരം പോയിട്ട് എപ്പോഴാണ് വരിക എന്നുള്ളത് തമ്പുരാനേ അറിയുള്ളൂ കേട്ടോ. അതും ഞാൻ പറഞ്ഞു തന്നേക്കാം. അപ്പം അങ്ങനെയാണ്. ഒത്തക്കന്നെ വീടും കുടിച്ച് തീർത്തിട്ട് വേണം ഷവായി പൊറാട്ടയും തിന്നാൻ. അതിന് വെള്ളം കുടിച്ച് സൈഡുണ്ടാക്കുക വയറ്റിൽ. അടിപൊളി ജ്യൂസ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ്, കൊയിലാണ്ടിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന റൂട്ടിൽ സ്റ്റേഡിയം കഴിഞ്ഞ പാടക്ക് 4 o'clock എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പുണ്ട്. അവിടെ കിട്ടും ഈ ജ്യൂസും. ഒട്ടുക്കമത്തെ ടേസ്റ്റാണ്. ആർക്കെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോവുക, ട്രൈ ചെയ്ത് നോക്കുക. വലിയ പൈസയൊന്നുമില്ല, 150 രൂപ കൊണ്ടേ ഉള്ളൂ. അപ്പം നോക്കിക്കോളൂ. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.